ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടന്ന ഉടനെ ഏറ്റവും വലിയൊരു വിലയിരുത്തലുണ്ടായത് UP-യിൽ BJPക്ക് ഉണ്ടായ തിരിച്ചടിയാണ്. അതായത് 80 സീറ്റിൽ ഉത്തർപ്രദേശിൽ, 70 സീറ്റ് പ്രതീക്ഷിച്ച BJPക്ക് 32 സീറ്റും സഖ്യകക്ഷികൾക്ക് ഉൾപ്പെടെ 37 സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം. ജനുവരി 22-നാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ആ രാമക്ഷേത്ര നിർമ്മാണം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ആ രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ലല്ലു സിംഗ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദിനോട് പരാജയപ്പെടാണ് 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. കാരണം അയോധ്യ ഒരു വിഷയമാക്കി BJP ഉന്നയിക്കുന്നു. അതേസമയത്ത് തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി, അവിടെ ജയിച്ചിരുന്ന BJP സ്ഥാനാർത്ഥി ഇത്തവണ പരാജയപ്പെടുന്നു. അപ്പോൾ ഇത് BJPക്ക് ശക്തമായ തിരിച്ചടിയല്ലേ എന്നുള്ളൊരു കാര്യമായ പ്രചരണമാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നടന്നത്. അതിൽ തന്നെ കുറെ വസ്തുതയുമുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കരുതുന്നത് പോലെ അയോധ്യ BJPയുടെ ഒരു കുത്തക സീറ്റ് ആയിരുന്നില്ല. കാരണം ഫൈസാബാദിൽ പലപ്പോഴും അവിടെ CPI സ്ഥാനാർത്ഥി മിത്രസെൻ യാദവ് ജയിച്ചിട്ടുണ്ട്. നേരത്തെയും, അതായത് അയോധ്യയിൽ ഏറ്റവും അധികം സംഘർഷങ്ങളൊക്കെ നടന്നു. 88, 89, 90, 92 തന്നെ അയോധ്യ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണ്. ഈ സമയത്തൊക്കെ BJPക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1989 അവിടെ മിത്രസെൻ യാദവ് എന്ന CPI സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരുന്നത്. 91-ലും 96-ലും പക്ഷേ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്ന, അയോധ്യ പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബജ്രംഗ് ദൾ നേതാവ് വിനയ് കത്യാറാണ് BJP ടിക്കറ്റിൽ 91-ലും 96-ലും ജയിച്ചിരുന്നത്. പക്ഷെ 98-ൽ വീണ്ടും മിത്രസെൻ യാദവാണ് അവിടെ നിന്ന് ജയിക്കുന്നത്. പക്ഷെ അദ്ദേഹം അപ്പോഴേക്കും CPI നിന്ന് രാജിവെച്ച് സമാജ്വാദി പാർട്ടിയിൽ എത്തിയിരുന്നു. പിന്നീട് 2004-ൽ അദ്ദേഹം BSPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അപ്പം അയോധ്യക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയോധ്യയിൽ എന്തുകൊണ്ടാണ് BJP തിരിച്ചടി നേരിട്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പല വിശകലനങ്ങളും വരുന്നുണ്ട്. അതിലേറ്റവും ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തന്നെയാണ്. കാരണം അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ അഭിമാനകരമാണെങ്കിൽ പോലും അത് അയോധ്യയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി, അല്ലെങ്കിൽ അയോധ്യയിൽ മറ്റു പല ഉപജീവന മാർഗം നടത്തിയിരുന്ന പലർക്കും അതൊരു വിഘാതമായി, അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്നൊരു വാദം ഉയരുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഏതാണ്ട് 4000-ഓളം ചെറുകിട കച്ചവടക്കാരെയാണ് ആ ഭാഗത്തുനിന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ തൊട്ടടുത്തുള്ള റോഡ് നിർമ്മാണത്തിനും മറ്റു പല നഗരത്തിന്റെ ആ പുനർനിർമ്മാണത്തിന് വേണ്ടി കൊണ്ട് അവിടുത്തെ 4000-ഓളം കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. പക്ഷേ അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷെ അത് നാമമാത്രമായിരുന്നു, അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള നഷ്ടപരിഹാരം അവർക്ക് എത്തിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉള്ളത്. അതുപോലെ തന്നെ കൂടുതൽ നല്ലൊരു രീതിയിലേക്ക് അവർക്ക് കട നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ കട നിർമ്മിക്കാൻ ആവശ്യമായ പണം അവർക്ക് കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണം അവർക്കുണ്ട്. അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡുകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ഗതാഗത സംവിധാനത്തെയൊക്കെ അത് പ്രതികൂലമായി ബാധിച്ചു എന്നൊരു ആരോപണമുണ്ട്. അപ്പം അയോധ്യയുടെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടായ അതൃപ്തി, ഒരുപക്ഷെ അയോധ്യയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, അപ്പൊ അങ്ങനെ അവിടെ ഒരു എക്കണോമി ഇതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കേണ്ടതാണ്. കാരണം അവിടെ സാമ്പത്തിക ആക്ടിവിറ്റി നടക്കുന്നു, കച്ചവടങ്ങളൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് സ്വാഭാവികമായി അവിടെ സാമ്പത്തികമായ ഒരു ആക്ടിവിറ്റി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് പലർക്കും കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉള്ളത്. അപ്പൊ അത് വ്യാപകമാകുകയും പലർക്കും തങ്ങളുടെ വീടുകളൊക്കെ നഷ്ടപ്പെടുകയും തങ്ങളുടെ ഉപജീവനം നഷ്ടപ്പെടുകയും അത് വേണ്ട രീതിയിൽ അത് പുനരധിവസിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള പല മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഫൈസാബാദിലെ MP-ക്കെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരം, കാരണം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വേണ്ടത്ര രീതിയിൽ അദ്ദേഹം ഇടപെട്ട് തങ്ങളുടെ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളൊരു പരാതി ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ചില സാമുദായികമായ സമവാക്യങ്ങളും അവിടെ പാസ്സാ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരെ BJPക്കെതിരെ തിരിച്ചുവിടുന്നതിൽ അദ്ദേഹത്തിന് സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞു. കാരണം അവധേഷ് പ്രസാദ് തന്നെ ആ വിഭാഗക്കാരനാണ്. അങ്ങനെ ഒരു ജാതീയമായ വേർതിരിവൊക്കെ ഉണ്ടാക്കാനും അയോധ്യയിൽ കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് അയോധ്യ BJPയുടെ ഏറ്റവും വലിയ പ്രചരണായുധമാകുന്ന സമയത്ത് അയോധ്യ നിലനിൽക്കുന്ന ഫൈസാബാദ് നിയോജകമണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തല
അടിസ്ഥാനത്തിലാണ് ഇതൊരു പ്രാഥമികമായ വിശകലനമാണ്. ഇനി കൂടുതൽ അതേക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും അല്ലെങ്കിൽ അയോധ്യ നഗര വികസനവുമായി ബന്ധപ്പെട്ട് തദ്ദേശീയരായ ആളുകൾക്കുണ്ടായിരുന്ന അതൃപ്തിയാണ് BJPയുടെ പരാജയത്തിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.